together. The wisdom and the knowledge and understanding be improved. In Jesus' name, I do offer this prayer. Amen. Thank you. So let's start our class. അതൊരു ഒരാളൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ. കോഹോസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? സമിച്ച ലീവ് ചെയ്തോ? സമിച്ച, somebody please speak out. ഞാൻ പ്രജിത് പാസ്റ്റർ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പ്രജിത് പാസ്റ്റർ വേണേ ആരെങ്കിലും കോ ഹോസ്റ്റ് ആക്കാം. പ്രജിത് പാസ്റ്റർ, ഓക്കെ, പ്രജിത് പാസ്റ്റർ is here. പ്രജിത് പാസ്റ്റർ റെക്കോർഡ് ചെയ്യുമോ അതോ കോ ഹോസ്റ്റ് ആക്കോ ആരെങ്കിലും? വിജയ് തോമസ് അങ്കിളിനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ആ ടെക്സ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ. ഗ്രീക്ക് ടെക്സ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞേ. ആരുടെ സിസ്റ്റത്തിൽ ആ ടെക്സ്റ്റ് ഉള്ളത്? നേരത്തെ ലെസൺ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓർക്കാമോ എവിടെ വരെ നിർത്തിയത്? എന്തോ വെർബ്? വെർബ് ഒമേഗ എൻഡിങ് വെർബ് ആണോ അതോ എപ്സിലോൺ ഒമേഗ എൻഡിങ് വെർബോ? One second, wait. Go up. Okay. ഇവിടെ വരെ വന്നോ? ഈ ലെസൺ പഠിപ്പിച്ചോ? ഇനി പലയിടത്തും ഇതാണോ ഇനി? മേളത്തെ ലെസൺ ഒന്നുകൂടെ എടുത്തേ വിജയ്. Who is sharing? Yeah, go ahead. Yeah, bit more. Okay, enough. This we finished, no? Yeah, that finished. Yeah. So we have come to verb. I told you the equation to be used. ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ പോലെ ഞാൻ പറഞ്ഞു തരുന്നത് ഒമേഗ ഓമൻ എയ്സ് എറ്റ് എയ് ഊസിൻ. ആ ഇക്വേഷൻ വെച്ച് ആ വൊക്കാബുലറി മുഴുവൻ. എന്തോ അത് പറഞ്ഞില്ല. ഇത് ഞാൻ പഠിപ്പിച്ചില്ലേ? ഈ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടില്ല. ഇക്വേഷൻ അറിയേണ്ടത് ഞാൻ പറഞ്ഞു. എന്റെ ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കില്ല. ഓക്കെ, ഫൈൻ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ കാണുന്നത് ഗ്രീക്കിൽ ഒരു വെർബാണ് ലുവോ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള. ഗ്രീക്കിൽ ഒരു 5-6 ടൈപ്പ് വെർബുകളുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒമേഗ എൻഡിങ് വെർബ്സ് ആണ്. എന്താണ്? നിങ്ങൾ ലെറ്റേഴ്സ് എല്ലാം ബേഹർട്ടാക്കിയോ? Yeah. Yes, only one person is responding. What about others? നിങ്ങൾ ഈ ലെറ്റേഴ്സ് എല്ലാം പഠിച്ചോ എങ്കിൽ മാത്രമേ ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ലെറ്റേഴ്സ് നിർബന്ധമായും പഠിക്കണം. ഞാൻ ആൽഫ എന്ന് പറഞ്ഞപ്പോൾ ഏത് ലെറ്ററാണ് നിങ്ങളുടെ മനസ്സിൽ വരണം? ഞാൻ ഒമേഗ എന്ന് പറയുമ്പോൾ ഏത് ലെറ്ററാണ് നിങ്ങളുടെ മനസ്സിൽ വരണം? പറ്റുമോ? ആ ലെവലിലായോ? അത്ര ആയിട്ടില്ല സാറേ. എംപോസിഷൻ തരും. ഒരു ലെസനേ പഠിപ്പിച്ചുള്ളൂ. എംപോസിഷൻ തരും. ഞാൻ അങ്ങോട്ട് കേറുന്നില്ല സത്യത്തിൽ. +2 വരെ പഠിച്ച ആളാണോ? അതെ. കോപ്പി അടിച്ചല്ലല്ലോ ജയിച്ചേ. ഞാൻ ഇന്ന് ക്ലാസ് പിള്ളേരോട് പറഞ്ഞു, കോപ്പി അടിച്ചല്ല ജയിച്ചതെങ്കിൽ +2 വരെ പഠിച്ച ഏതൊരാളിനും ഈ ലാംഗ്വേജ് മനസ്സിലാവും. സംഭവം ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ട്. അങ്ങോട്ട് മഴയാണ്, പോയ പ്രശ്നമാണ്.
പ്രാർത്ഥിക്കുക. ലിംഗം എന്റെ ശബ്ദം, നിങ്ങളുടെ ശബ്ദം എനിക്കിപ്പോ വേണ്ടത്ര കേൾക്കാനും കഴിയുന്നില്ല. ഇന്ന് മൊത്തം ശക്തമായ മഴയായിരുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാമോ? നിങ്ങൾ കഴിയുന്നത്ര ക്യാമറ ഓൺ ചെയ്യൂ. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറയാം. ഒമേഗ എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന വർത്തമാനകാലത്തിലെ ഒരു പറ്റം വാക്കുകളുണ്ട്. ഏതാണ്ട് ഗ്രീക്കിലെ നിയർലി എല്ലാവരും മലയാളികളാണോ? അതെ അതെ, മലയാളികളാണ്. എല്ലാവരും മലയാളികളാണ്. ഞാൻ മലയാളത്തിൽ പറയാം, എന്നല്ലേ നിങ്ങൾ ഗ്രാസ്പ് ചെയ്യത്തുള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞാൽ എല്ലാവരും ഗ്രാസ്പ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മൾ വർത്തമാനകാലത്തിൽ മലയാളത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു എന്നതുപോലെ ഗ്രീക്കിലും വർത്തമാനകാലമുണ്ട്. വർത്തമാനകാലത്തിൽ ഉപയോഗിക്കുന്ന ഏറെക്കുറെ ഒരു 70% ക്രിയാപദങ്ങളും ഡബ്ല്യൂയിലാണ്, ഒമേഗയിലാണ് അവസാനിക്കുന്നത്. ഇടയ്ക്ക് ഇംഗ്ലീഷൂടെ പറയണേ. എനിക്ക് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ വയ്യ. ചിലരോട് ഉറക്കെ പറയും. ഇടയ്ക്ക് ഇംഗ്ലീഷും കൂടെ പറയണം. മലയാളം തന്നെ പറഞ്ഞാൽ പിടികിട്ടത്തില്ല. Okay, let me try. So in every language there are 3 tenses. I already told you there are 5 regular tenses in Greek. The first one is present indicative active, which you can see in the title here under lesson number 3. Present indicative active. Present indicative active is equal to the present tense. The present tense, which includes both the simple present and present continuous. Yes. You know, in present tense, when you speak in English, there are 4 subdivisions: simple present tense, present continuous, present perfect, and present perfect continuous. So here, when we say present indicative active in Greek, ഇവിടെ വർത്തമാനകാലത്തിൽ present indicative active in the Greek പറയുമ്പോൾ it includes 2 types, like simple present tense and present continuous. Okay, so Yes. that is the first type of sentence of verbs. So present tense, we have certain verbs or majority of the verbs ending with omega. There are also other verbs in Greek which ends with omai instead of omega. O-M-A-I, omai. Omai എന്ന വാക്കിൽ അവസാനിക്കുന്ന ഒരു പറ്റം ക്രിയാപദങ്ങൾ ഗ്രീക്കിൽ വർത്തമാനകാലത്തിലുണ്ട്. അത്തരം ക്രിയാപദങ്ങൾക്ക് ഗ്രീക്കിൽ മിഡിൽ വെർബ്സ് എന്നാണ് പറയുന്നത്. എന്താണ് മിഡിൽ വെർബ് എന്ന് പറഞ്ഞാൽ അത്തരം പ്രയോഗങ്ങൾ, ആ വെർബുകൾ ക്രിയാപദങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ the actor of the action, the actor will be receiving the effect of that action. Usually when we say Raman Pashuvine Adichu, Rama bet the cow. Rama is the actor, beating is the verb, and cow is the object. So the effect of the action will be coming upon the cow. Whereas when you use a middle verb in Greek, the effect of the action would be coming over to the actor too, like a boomerang. You know, in Australia there is a weapon called boomerang. Hello, camera on cheyano. Camera on che. Susama Alex, Sridevi, Prem Kumar, what is that? Subject. Switch on the cameras. Those who can switch on the camera, please switch on. Okay. The third types of verbs are certain verbs end with mi. Mi ending verb. So there are certain verbs. Then there are also, okay, these are the general 3 categories. The general 3 categories are omega ending, omai ending, and mi, mu iota ending. But under omega ending verbs, there are also 3-4 types. Like some omega ending verbs will be having epsilon, a vowel epsilon as the penultimate letter. അതായത് ഒമേഗ എൻഡിങ് വെർബിൽ ചില ക്രിയാപദങ്ങളിൽ
ultimate letter omega ആയിരിക്കുമ്പോൾ the penultimate, that means that which comes just before the omega will be sometimes a vowel epsilon or e, or sometimes a vowel alpha, and sometimes a vowel omicron. So in such cases, the ending will be, so the ending will be changing. That's why I tell you. So in that case, omega ending verbs can be classified into 4, like omega ending, then second epsilon omega ending, then third alpha omega ending, and fourth omicron omega ending. For example, luo, you notice here, it is ending with omega, but there is another word, agapao. You know agape? What do you mean by agape? Love. Love. Agape? Can I hear Sacrificial you? love. Sacrificial love. It's unfortunate that I am unable to hear you properly. Okay. Hope you can hear me. Here. Where the sound is very much because of the heavy rain. So I find it very difficult to hear you when you respond. Otherwise, you have to speak loudly. So, okay. When you talk about omega ending verbs, listen me. Omega ending verbs, the omega ending verbs can also be classified into 4, just like alpha omega. Alpha omega ending. Instead of omega ending, just before the omega, there will be a vowel like alpha, which we call alpha omega ending verb. For example, agapao. Agape means divine love. Divine love. Agape is the noun, and the verbal form is agapao. And the verbal form is agapao. Are you with me? Yeah. So there are certain verbs ending with alpha omega, then certain other verbs. Next lesson, we don't need to go now. In the lesson number 4, we will be learning such verbs. There are certain other verbs ending with the epsilon omega. The last letter will be omega, but it will be preceded by epsilon. So therefore, the ultimate letter will be omega, and the penultimate letter will be epsilon. The penultimate letter will be epsilon. Such cases, we have some other equations to follow. Then we have omicron omega ending verb. Omicron omega ending. That is, the last letter will be omega, and the preceding letter will be omicron. It is like a small o, or the ultimate letter will be omega, and the penultimate letter will be omicron. Just like tomorrow, we write TOMORROW. You understand? Yes. How many of you know the word dikaiosune? Dikaiosune. Okay, you may not be knowing. You know righteousness. Have you ever heard the word righteousness? Yes or no? At least show the thumb. Yes. Have you ever heard the word righteousness? Yeah. Yes. Okay, thank you. Righteousness means, you know, justification, righteousness, needhigaranam. Needhigaranam. Needhi, righteousness. So, dikaiosune is the Greek word for righteousness. The verbal form is dikaio. It is ending with the omega, omicron omega. So, dikaio, like tomorrow. So, these are the general omega ending verbs. Primarily, the omega ending verb like luo, that which we see in lesson number 3. Then the letter ending with the epsilon omega, e omega. That is the next lesson we will be learning. Then the next will be omicron omega. That is like tomorrow. And the last will be alpha omega, which we say agapao. Agapao. So it is God's love. Okay. സാറേ ഒരു ഇത്തിരി മലയാളം കൂടെ കലർത്തിയാൽ ഞാൻ കൂടെ മനസ്സിലാവും. I cannot hear you. Say loudly, please. Louder, please. ഇത്തിരി മലയാളം കൂടെ കിട്ടിയാലേ. മലയാളം കൂടെ പറയാം. ഓക്കെ, ഒരാൾ ഇഞ്ച് പക്ഷം, ഒരാൾ കൊഞ്ച് പക്ഷം. I will be in deep trouble. For every sentence, ഞാൻ ഓരോ സെന്റൻസിനും മലയാളം ഇംഗ്ലീഷ് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എങ്കിലും ഞാൻ നോക്കട്ടെ, മലയാളത്തിൽ അങ്ങ് തുടങ്ങിയാൽ മലയാളത്തിൽ മാത്രം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അങ്ങനെയാ എന്റെ ഐഡിയാസ് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ the idea will be coming in English. So continuously I will be speaking in English. So that's why അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഒരിക്കൽ ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ ഇംഗ്ലീഷേ വരത്തുള്ളൂ.
ഓരോ സെന്റൻസും മലയാളം ഇംഗ്ലീഷും മാറ്റി പറയാൻ എന്റെ ബ്രെയിൻ അതിന് ട്യൂൺഡ് അല്ല. അതർവൈസ് ഐ വിൽ ബി ഡൂയിങ് ദ ട്രാൻസ്ലേഷൻ. Somebody should be there to translate. Okay, sorry, let me try. Okay, ഞാൻ ഒന്ന് മലയാളത്തിൽ പറയാം. ഗ്രീക്കിലെ പ്രസന്റ് ടെൻസിലെ ക്രിയാപദങ്ങൾ ഒമേഗയിൽ അവസാനിക്കുന്ന കുറേയേറെ 80% വാക്കുകളുണ്ട്. അത് തന്നെ 4ആയി തിരിക്കാം. ഈ ഒന്ന് ഒമേഗ മാത്രം അവസാനിക്കുന്ന ലുവോ എന്ന് പറയുന്ന ഒമേഗയിൽ മാത്രം അവസാനിക്കുന്നത്. വേറെ ചില ക്രിയാപദങ്ങൾ ഈ ഒമേഗയ്ക്ക് തൊട്ടു മുമ്പ് എപ്സിലോൺ അഥവാ ഇ എന്ന പദം EW എന്ന് അവസാനിക്കുന്നത്. വേറെ ചില പദങ്ങൾ AW ആൽഫ ഒമേഗ എന്ന് അവസാനിക്കുന്നത്. വേറെ ചിലത് ഒമിക്രോൺ ഒമേഗ OW എന്ന് അവസാനിക്കും. ഇങ്ങനെ 4 കാറ്റഗറീസ് ഓഫ് ഗ്രീക്ക് ഒമേഗ എൻഡിങ് വർബ്സ് ഉണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ശ്രീദേവി, പ്രേംകുമാർ, കുഴപ്പമില്ല സാറേ. ക്യാൻ യു ഫോളോ? ഓക്കെ, ഫോളോ. സാറിന്റെ കംഫർട്ട് പോലെ എടുത്തോ, കുഴപ്പമില്ല. എനിക്ക് ആ വോയിസ് തീരെ കിട്ടുന്നില്ല. ഞാൻ എന്റെ എനിക്ക് ഹെഡ്ഫോൺ ഇല്ല. എന്റെ മാക്സിമം വോയിസ് വെച്ചേക്കാണ്. പെനാലിറ്റി വെർബ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? This is the maximum voice. Okay. സാറേ, പെനാൽറ്റി വെർബ്സിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയാമോ? കേട്ടില്ല. ആരാ സംസാരിക്കുന്നേ? കാര്യം ചെയ്യൂ. Whatever you want to know, just put in the chat box. Let me try. പെനാൽറ്റി വെർബ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? പെനാൽറ്റി വെർബിനെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? ഇവിടെ മഴയായോണ്ട് സാറിന് കേൾക്കത്തില്ല. ഭയങ്കര മഴയാണ്. വെച്ചാൽ മതി, ടൈപ്പ് ചെയ്ത്. കൺസീൽഡ് റൂമിലായിരിക്കുന്നത് എങ്കിൽ പോലും. ഓക്കെ, ലെറ്റ് മീ ട്രൈ. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം മഴ തോരുമ്പോ ചോദിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോ ഒരു തരം ക്രിയാപദങ്ങളാണ് ലുവോ. എല്ലാരും ഒന്ന് പറഞ്ഞേ. എവരിബഡി സേ ടുഗദർ. Penalty verb or penultimate. That is a technical term used for the last but one letter. Oh, that's the English word, not penalty word. Penultimate. Ultimate letter will be omega, and the penultimate letter is, in some cases, the ultimate letter will be omega, and the penultimate letter in some cases will be alpha. The ultimate letter will be omega. In some cases, the penultimate letter will be omicron. It is not penalty but penultimate. You got it? Ultimate and penultimate. It's a technical name used for the last but one letter. കേട്ടില്ല പ്രജിത് പ്രസാദ്, ഞാൻ കേൾക്കുന്നില്ല. ശബ്ദം തീരെയില്ല. ഞാൻ മലയാളത്തിലും ശ്രമിക്കും. മറ്റുള്ളവർ ഓഫ് ചെയ്ത് സൗണ്ട് വരുന്നുണ്ട്, സൗണ്ട് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഒച്ചയെടുക്കാനും വയ്യ. കാരണം ഈ രാത്രി ഇനി 9:45 ഒരു UAE ഓൺലൈൻ മീറ്റിംഗിൽ പ്രസംഗിക്കണം. ത്രോട്ട് ഓൾറെഡി ഗോൺ. രാവിലെ ഒരു 5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, ലുവോ. നൗ ലെറ്റ് us look. എക്സ്പ്ലനേഷൻ ഒക്കെ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാം. ലുവോ, എവരിബഡി സേ ലുവോ. Look at that verb, luo. Lambda, upsilon, omega. Say lambda, upsilon, omega. Okay. So this is one verb which means it has the ending. Let me tell you the equation. Actually, every Greek word has 2 parts. I already told you. Every Greek word has 2 parts. Are you with me? Yes. First is stem. What do you call it? Stem. You know stem. ഒന്നാമത്തെ സ്റ്റെം ആണ്. നമ്മളിപ്പോ ഒരു റോസാ ചെടിയുടെ സ്റ്റെം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് സ്റ്റെം ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദാറ്റ് വേർഡ് ഈസ് കാൾഡ് എൻഡിങ്. ഞാൻ മലയാളത്തിൽ പറയാം. നടക്കുന്നു. അത് പ്രസന്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ?
Continuous. Continuous tense. നടക്കുന്നു ഏത് ടെൻസ് ആണ്? Present continuous. Present. നടന്നു ഏത് ടെൻസ് ആണ്? Past tense. നടക്കും ഏത് ടെൻസ് ആണ്? Future tense. ഫ്യൂച്ചർ. നട പ്രസന്റ് നട Noun. പ്രസന്റ് നട. Nada is noun of step. It can be used as the noun or can be said to be the stem. You got it? ഒന്നുകിൽ അതിനെ നൗൺ എന്ന് പറയാം. നൗൺ എന്ന് പറയുമ്പോൾ നടപ്പ് എന്ന് തന്നെ പറയണം. നടപ്പ് നടപ്പ് ഇറ്റ്സ് നൗൺ ബട്ട് നട ഇസ് ദ സ്റ്റെം. You got it? Yes. Okay, so in the same manner, in Greek, you have a stem, the root word, and the ending. This you need to remember. In the case of verb, the ending of the verb will be changing as per the tense, as per the person, and as per the number. മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒരു ഗ്രീക്ക് പദത്തിലെ ഒരു വേർബിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നിന് സ്റ്റെം എന്ന് പറയും, രണ്ടാമത് എൻഡിങ് എന്ന് പറയും. സ്റ്റെം എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ മനസ്സിലായില്ല? മഴയൊന്ന് തോന്നിട്ടുണ്ട്, പ്രതികരിക്കാം. സംസാരിച്ചാട്ടെ. ആരാ ചോദിച്ചേ? എന്താന്ന് ചോദിച്ചേ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാട്ടെ. ചാറ്റ് ബോക്സിൽ എന്താ എന്നിട്ട് ആളും സംസാരിക്കൂ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എൻഡിങ് ആണോ? ലിസൺ മീ. അതായത് ഒരു ക്രിയാപദത്തിന്റെ എൻഡിങ് വെച്ച് അത് ഏത് ടെൻസ് ആണെന്ന് പറയാം ഗ്രീക്കിൽ. അത് പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്ന് പറയാം. കാരണം വ്യത്യസ്ത എൻഡിങ്ങുകളാണ് അതിന് വരുന്നത്. ഒരു ക്രിയാപദത്തിന്റെ എൻഡിങ് വെച്ച് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സ്പീക്ക്, അതൊരു വെർബാണ്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എന്തോ? സിംഗുലർ അല്ല മാഡം, പ്ലൂറൽ ആണ്. സ്പീക്ക് പ്ലൂറൽ ആണ്. വാട്ട് ഈസ് ഇറ്റ് സിംഗുലർ? സ്പീക്സ്. സോ യെസ് വരുമ്പോ നമുക്കറിയാം അതെന്താണെന്ന്, സിംഗുലർ ആണ്. എന്നതുപോലെ ഗ്രീക്കിലും എൻഡിങ് കാണുമ്പോൾ നമുക്കറിയാം ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, ഇത് വർത്തമാനകാലമാണോ ഭൂതകാലമാണോ ഭാവി കാലമാണോ. അതുപോലെ തന്നെ ഗ്രീക്കിന് മാത്രമുള്ള ഒരു പ്രത്യേകത, ഞാൻ ഇംഗ്ലീഷിലൂടെ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മുടെ ഇംഗ്ലീഷിൽ പ്രോനൗൺസ് ഉപയോഗിക്കാറില്ലേ? ഒന്ന് പറഞ്ഞാട്ടെ, പ്രോനൗൺസ് ഏതൊക്കെയാണ്? പറഞ്ഞു ശരിയാ, ഒന്ന് ക്ലിയർ ആയിട്ട് പറ. ഓക്കെ, ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി ഞാനാണ്. സോ വാട്ട് ഈസ് മൈ പ്രോനൗൺ? I. First person. So in English there are three persons. What are the three persons? First, second, third. First, second, third. What are the first persons? I and me. Are you getting me? Yeah. Then what is the second person? You. What is the third person? She. They. Got it? Yeah. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഗ്രീക്കിലും ഇതിന് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഐ ആൻഡ് വി ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, he, she, they, third person. So on the basis of that, ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഗ്രീക്ക് ക്രിയാപദങ്ങൾക്കും മൂന്ന് പേഴ്സൺസ് ഉണ്ട്. അതിന്റെ പ്ലൂറലും ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയാട്ടെ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. Did you notice that? Yes. First person singular എങ്ങനെയാണ് എഴുതുന്നത്? Luo. What is the stem?
Lu. What is the stem? Lu. Lu. What is the ending? Omega. Omega. എന്റെ ഒപ്പം ഉണ്ടോ? എന്താണ് അതിന്റെ സ്റ്റെം? ഇത് ഇത്രയും കടുപ്പാണെന്ന് അറിയാതെ പഠിക്കത്തില്ലായിരുന്നില്ലോ. ഞങ്ങളെയൊക്കെ പൂട്ട് തോന്നണം. ഇത് മൊത്തം വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചതിന്. നിങ്ങൾ വിചാരിക്കുന്ന തിയോളജി സ്റ്റഡി അത്ര ഈസി ഒന്നും അല്ല. ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് ഒരു ഡിഗ്രി ഒക്കെ കിട്ടി എനിക്ക് കൊണ്ട് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊരു സെക്യുലർ പഠനത്തെക്കാൾ കടുപ്പമാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ലുവോ ശ്രദ്ധിച്ചോ? അതിന്റെ സ്റ്റെം എന്താണ്? ലു. എൻഡിങ് എന്താണ്? ഒമേഗ. ആ എൻഡിങ് മാറും. ലുവോ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. അതിന്റെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ അതിന്റെ അടിക്ക് നോക്കിയാട്ടെ. ആ എൻഡിങ് മാറിയിട്ട് ഓമൻ വരും. ലു ഓമൻ. ഇത് കീഴോട്ട് എഴുതിയേക്കുന്ന തെറ്റുമായിരിക്കും. അവർ റൈറ്റിലോട്ടായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അത് ഈ അർത്ഥം കൂടെ എഴുതുന്നതുകൊണ്ട് അവരിങ്ങനെ കീഴോട്ട് എഴുതിയതാണ്. ഇപ്പൊ ലുവോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഫസ്റ്റ് പേഴ്സൺ ഇംഗ്ലീഷിലെ പ്ലൂറൽ ഏതാണ്? വി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എല്ലാ ഗ്രീക്ക് ക്രിയാപദങ്ങളിലും ഒരു പേഴ്സൺ ഉണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, എല്ലാ ഗ്രീക്ക് ക്രിയാപദങ്ങളും ആരുണ്ട്? ഒരു പേഴ്സൺ ഉണ്ട്. ഒന്നിൽ ഫസ്റ്റ് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ അതിന്റെ പ്ലൂറൽ ആകാം. അത് എൻഡിങ് വെച്ചാൽ ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയ ഭാഷയാണ്. അതുകൊണ്ടായി പ്രശ്നം. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്കോളർ ആരാണ്? ആരായി ഭാഷ ഉണ്ടാക്കിയേ? അരിസ്റ്റോട്ടിൽ. അതുകൊണ്ടാണ് ഇത്രയും ഗുരുമാല് വന്നേ. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ശ്രദ്ധിക്കൂ, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഞാൻ ക്രിയാപദം പറയുക. സ്പീക്കിംഗ് ING ഫോം ആണ് അല്ലേ? വേണ്ട, സ്പീക്ക് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നറിയാം. സ്പീക്ക് പ്ലൂറലാണ്. പക്ഷെ സ്പീക്കിന്റെ പേഴ്സൺ ഏതാന്ന് അറിയാൻ പറ്റുമോ? നമുക്കതില്ല. ഐ സ്പീക്ക് എന്ന് പറയുക. ഐ സ്പീക്ക് എന്ന് പറയണമെങ്കിൽ ലാലയോ അടുത്ത ലെസണിൽ വരും. ഓക്കെ, ഐ സേ എന്ന് പറയുകയാണെങ്കിൽ ലെഗോ എന്നാണ് പറയുന്നത്. ഐ സേ. പക്ഷെ ഗ്രീക്കിൽ ലെഗോ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെന്നും അതിന്റെ സബ്ജക്റ്റ് അതിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇംഗ്ലീഷിൽ ഐ സേ എന്ന് പറയുന്നതിന് വെറും സേ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് ഗ്രീക്കിന്റെ പ്രത്യേകത. ദ എൻഡിങ് ഈസ് ദയർ. ഔട്ട് ഓഫ് ദ എൻഡിങ് വി വിൽ കം ടു നോ. അതിന്റെ എൻഡിങ് കൊണ്ട് നമുക്കറിയാം ഇത് ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ, സിംഗുലർ ആണോ, പ്ലൂറൽ ആണോ, പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ. ഈസി. ഹലോ, മനസ്സിലാവുന്നോ? മനസ്സിലായി. മെസ്സേജ് വന്നായിരുന്നു, ഞാൻ കേറി. ഓക്കെ, താങ്ക് യു. ഞാൻ എന്തോ ഇട്ടേക്കാം. ഒരു സെക്കൻഡ്, 1 second പ്ലീസ്. Present, past, future. Sorry for the interruption. There came a call, there came a wife. So 2 issues came together. So sorry. That took away my attention. Okay. ഞാൻ ഒന്നുകൂടെ പറയണോ? മഴ നിലച്ചിട്ടില്ല. ക്രിയാപദങ്ങളിൽ മലയാളത്തിൽ പറയാം. ഗ്രീക്ക് ക്രിയാപദങ്ങളിൽ ആ പദത്തിൽ തന്നെ അത് ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ, അത് സിംഗുലർ ആണോ, പ്ലൂറൽ ആണോ, അത് പാസ്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് കൃത്യമായി ഒറ്റ ക്രിയാപദത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. എന്നൊരു പദം ഇവിടെ കാണുന്നില്ലേ? കണ്ടോ? ലുവോ എന്ന് പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ പറയാം. അത് ഫസ്റ്റ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്,
പ്രസന്റ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ് ആണ്. പറഞ്ഞ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ഒമേഗ എൻഡിങ് വന്നതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങളാണ്ട് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഒന്ന് നോക്കിയാട്ടെ. ലുവോമൻ കണ്ടോ? ഓമൻ എൻഡിങ് കണ്ടോ? ഒമേഗ പോയിട്ട് പകരം എന്തോ വന്നു? കാണാമോ അത്? ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ കണ്ടോ? ലു ഓമൻ കണ്ടോ? ലു ആണ് സ്റ്റെം, ഓമൻ ആണ് എന്ത്? എൻഡിങ്. ഓമൻ എൻഡിങ് വന്നാൽ ലുവോമൻ. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുക എന്താണത്? ലുമോമൻ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണ്, ലുവോമൻ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ്, ലുമോമൻ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. പിടികിട്ടിയോ? പിടിയിട്ടില്ല? ഇല്ല. ഓക്കെ, ഒരു വാക്കിന്റെ എൻഡിങ് കൊണ്ട് ആ വാക്ക് ഏത് ടെൻസ് ആണെന്ന് പറയാം. ആ വാക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പറയാം. ആ വാക്ക് ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ എന്നും പറയാം. അടുത്താണ്ട് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ നോക്കിയാട്ടെ. കണ്ടോ? സെക്കൻഡ് പേഴ്സൺ സിംഗുലർ. അതെന്താ എഴുതിയേക്കുന്നേ? ലൂയിസ്. വായിച്ചാട്ടെ. ലൂയിസ്. അതിന്റെ സ്റ്റെം എന്താണ്? ലൂ ആണ്. എല്ലാ വാക്കിന്റെയും സ്റ്റെം എന്താണ്? ലൂ ആണ്. അതെല്ലാം നിങ്ങൾ നോക്കട്ടെ. എല്ലാത്തിനും ആദ്യം ലൂ ഇല്ലയോ? അതാണ് അതിന്റെ സ്റ്റെം. എൻഡിങ് എന്താണ്? ഒമേഗ, എയ്സ്, എയ്, ഓമൻ, എറ്റെ, ഊസിൻ. മനസ്സിലാവുന്നോ? ഇല്ല. സ്റ്റെം മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ എൻഡിങ്. ഈ എൻഡിങ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. എങ്ങനനുസരിച്ച് മാറും? ടെൻസിനനുസരിച്ച് മാറും. എന്തിനനുസരിച്ച് മാറും? ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അനുസരിച്ച് മാറും. എന്തിനനുസരിച്ച് മാറും? സിംഗുലറിനും പ്ലൂറലിനും അനുസരിച്ച് മാറും. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഗ്രീക്കിലെ എല്ലാ ക്രിയാപദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സബ്ജക്റ്റ് കിട്ടും. എങ്ങനെ മനസ്സിലാക്കാം? എൻഡിങ് ഉണ്ട്. ഇപ്പൊ ലുവോ എന്ന വാക്ക് ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം, അത് പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ പറയാം വാക്ക്. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രസന്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ? WALK വാക്ക് ഇൻ ഇംഗ്ലീഷ് പ്രസന്റ് ടെൻസ്. വാക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെ മനസ്സിലായി? ED എൻഡിങ് ഉണ്ട്. അത്രയും മനസ്സിലാക്കാൻ കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെയും എൻഡിങ്ങിൽ എഴുതിയിരിക്കുന്ന അക്ഷരം കൊണ്ടോ വാക്കുകൊണ്ടോ ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നറിയാം. നമ്പർ 1. എല്ലാ വെർബിനും സ്റ്റെം ഉണ്ട്, എല്ലാ വെർബിനും എൻഡിങ് ഉണ്ട്. എൻഡിങ് കൊണ്ട് ആ വെർബ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നറിയാം. എൻഡിങ് കൊണ്ട് ആ വെർബ് ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ എന്നറിയാം. എൻഡിങ് കൊണ്ട് ആ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നറിയാം. വാക്ക് അത് സിംഗുലറോ പ്ലൂറലോ? പ്ലൂറൽ. വോക്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. എങ്ങനെ മനസ്സിലായി? എസ് ഉണ്ടായതുകൊണ്ട്. അതുപോലെയാണ് ഇതും. ഇതിനകത്ത് പിന്നെ പേഴ്സൺ കൂടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് അത് ഇംഗ്ലീഷിലില്ല. എല്ലാ വേർഡിനും ഈ എൻഡിങ് ഇത് തന്നെയാണോ വരുന്നത്? ഇതുപോലെ വരും. ഒമേഗ എൻഡിങ് വേർഡിനെല്ലാം ഈ എൻഡിങ് ആണ്. അതാ ഇക്വേഷൻ പഠിക്കണമെന്ന് പറഞ്ഞേ. ഇക്വേഷൻ പഠിപ്പിച്ചില്ല. ഇക്വേഷൻ വരുവാണ്. ഇത് പറയാതെ ഇക്വേഷൻ. അപ്പൊ ഈ എൻഡിങ് നിങ്ങൾ എടുത്താട്ടെ. ഒമേഗ അതിന്റെ പ്ലൂറൽ ഓമൻ. സെക്കൻഡ്. ഇനി ഒരു കാര്യം കൂടെ. സെക്കൻഡ് പേഴ്സൺ യു. ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സിംഗുലർ ആയിട്ടോ പ്ലൂറൽ ആയിട്ടോ? പ്ലൂറൽ. ഏകവചനമായിട്ടോ ബഹുവചനമായിട്ടോ? ബഹുവചനം. അപ്പൊ യു ബഹുവചനമാണ് ഇംഗ്ലീഷിലെങ്കിലും ഗ്രീക്കിൽ ഏകവചനം യു ഉണ്ട്, ബഹുവചനം യു ഉണ്ട്. ഗ്രീക്കിൽ ഏകവചനം യു ഉണ്ട്, ബഹുവചനം യു ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ സെക്കൻഡ് പേഴ്സൺ സിംഗുലറിന്റെ എൻഡിങ് എങ്ങനെയാണ്? എയ്സ്. സെക്കൻഡ് പേഴ്സൺ പ്ലൂറലിന്റെ എൻഡിങ് എങ്ങനെയാണ്? എറ്റെ. സ്റ്റെം റിമെയിൻസ് ദ സെയിം. The ending will be changing. Listen carefully. The ending of a verb will be changing as per the tense, as per the person, and as per the number. ഈ 3 കാര്യം ക്ലിക്ക് ചെയ്യണം. അതിനെ ഞാൻ ആ ഒരു ഇക്വേഷൻ അങ്ങനെ പഠിപ്പിച്ചേ. The ending of a Greek verb will be changing as per the tense,
as per the person, as per the number. There are 3 persons. First person, second person, third person. As per the number, there are singular and plural. Plural. As per the tense, there are present tense, past tense, future tense. At least 3 you understand. Yes. ഇത്രയും ഞാൻ പറഞ്ഞ് തെറ്റുകൂട്ടി ഇത്രയും കാര്യം ഓർത്താ മതി. I am tired. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന്റെ ഇക്വേഷൻ പറയാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിന്റെ എൻഡിങ് ഒമേഗ. Omega. Okay. പക്ഷേ ഒരു വെർബ് എപ്പോഴും പറയുമ്പോ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ടേ പറയത്തുള്ളൂ. Okay. നമ്മൾ പഠിക്കാൻ വേണ്ടി. നമ്മളിപ്പോ മലയാളം പഠിക്കുമ്പോ നടക്കുന്നു, നടന്നു, നടക്കും എന്ന് പറയുമ്പോ നമ്മൾ പഠിക്കുമ്പോഴും നടക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ. നടാന്ന് പറഞ്ഞ് പഠിക്കാറില്ല, ഉണ്ടോ? ഇല്ല. നടക്കുന്നു, ഓടുന്നു, ഇതെല്ലാം വർത്തമാനകാലത്തില. എന്നതുപോലെ ഇവിടെയും എല്ലാ ക്രിയാപദങ്ങളും എപ്പ പറയുമ്പോഴും വർത്തമാനകാലത്തിൽ ഫസ്റ്റ് പേഴ്സൺ ഏകവചനമായിട്ടാണ് പറയുന്നത്. പ്രഥമ പുരുഷൻ ഏകവചനം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, തൃതീയ പുരുഷൻ, അങ്ങനെ കണ്ടാവുന്നു മലയാളം. എനിക്കറിയത്തില്ല എന്റെ മലയാളം പറയാൻ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അങ്ങനെയാണ് എപ്പോഴും ക്രിയാപദം പറയുന്നത്. അതുകൊണ്ട് ലുവോ എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ലു എന്ന് പറയത്തില്ല. ലുവോ എന്ന് പറഞ്ഞ ഓർത്തോളണം, അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ഇനി വർത്തമാനകാലത്തിൽ ഫസ്റ്റ് പേഴ്സന്റെ പ്ലൂറൽ നോക്കിയാട്ടെ താഴോട്ട്. എൻഡിങ് ലു വിട്ടിട്ട് പറ. ഓമൻ. അപ്പൊ ഓമൻ. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ എയ്സ്. സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ എറ്റെ. തേർഡ് പേഴ്സൺ സിംഗുലർ എയ്. തേർഡ് പേഴ്സൺ പ്ലൂറൽ ഊസിൻ. വല്ലതും പിടികിട്ടിയോ? നിങ്ങൾ സിസ്റ്റത്തിൽ നോക്കാതെ ഒരു പേപ്പറിലൂടെ എഴുതുന്നുണ്ട്. ഇതിലെല്ലാം സ്റ്റെം എന്താണ്? ലു. അതിനോട് പറ, സ്റ്റെം ലു. ബാക്കിയെല്ലാം എന്താണ്? എൻഡിങ്. ഈ പേഴ്സൺ അനുസരിച്ച് മാറിയില്ലേ എൻഡിങ്? മാറിയോ? സിംഗുലറിലും പ്ലൂറലിലും അനുസരിച്ച് എൻഡിങ് മാറിയില്ലേ? മാറി. അങ്ങനെയാണെങ്കിൽ ലു ഊസിൻ തേർഡ് പേഴ്സൺ പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് തേർഡ് പേഴ്സൺ ആണ്, അത് പ്ലൂറൽ ആണ്, അത് വർത്തമാനകാലമാണ്. ലുവൈസ് എന്ന് ഞാൻ കേട്ടാൽ ഞാൻ പറയും അത് സെക്കൻഡ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ലുഎയ് എന്ന് കേട്ടാൽ ഞാൻ പറയും അത് തേർഡ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്, വർത്തമാനകാലമാണ്. ലുവോമൻ എന്ന് കേട്ടാൽ ഞാൻ പറയും അത് ഫസ്റ്റ് പേഴ്സൺ ആണ്, പ്ലൂറൽ ആണ്, വർത്തമാനകാലമാണ്. വല്ല മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. യു ലേൺ ലൈക്ക് ലുവോ, ലുവോമൻ, ലുവൈസ്, ലുവറ്റെ, ലുവൈ, ലുവൂസിൻ, ലുവോ, ലുവോമൻ, ലുവൈ, ലുവോ, ലുവോമൻ, ലുവൈസ്, ലുവറ്റെ, ലുവൈ, ലുവൂസിൻ, ലുവോ, ലുവോമൻ, ലുവൈസ്, ലുവറ്റെ, ലുവൈ, ലുവൂസിൻ. ഇങ്ങനെ ആ ഇക്വേഷൻ അങ്ങ് പഠിക്കുക. അതിനാണ് ഈ ഒരു. ഇനി ഏത് ഒമേഗയിൽ എഴുതുന്ന വാക്കും ഇത് തന്നെയാണ്. ഒമേഗ എന്നതിൽ അവസാനിക്കും. എന്തോ ഇക്വേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? എഴുതിയേക്കുന്നത് ലുവോ, ലുവോമൻ, റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത് തന്നെ. അത് തന്നെയാണ്. സാർ അതിന്റെ ഓർഡർ വേറെയാ പറഞ്ഞേ. എൻഡിങ് മാത്രം ചേർത്ത് പറഞ്ഞ ഞാൻ. ഓക്കെ. ആ എൻഡിങ് എടുത്ത് ഞാനത് പഠിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത്. അങ്ങനെ ഇക്വേഷൻ ഒന്നും ഇല്ല. അങ്ങനെ ഇക്വേഷൻ ഇല്ല ഗ്രീക്കിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഒമേഗയിൽ അവസാനിക്കുന്ന വർത്തമാനകാലത്തിലെ എല്ലാ ക്രിയാപദങ്ങൾക്കും ഇത് തന്നെയാണ് ഡിവിഷൻ. മനസ്സിലായി? നിങ്ങളുടെ ടെക്സ്റ്റിലെ ഇതൊന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് 193 മനസ്സിലാവും. ശ്രദ്ധിച്ചാട്ടെ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ലുവോ, അതിന്റെ അർത്ഥം ഐ ലൂസ് ഓർ ഐ ആം ലൂസിങ്. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ലുവൈസ്, അതിന്റെ അർത്ഥം യു സിംഗുലർ ലൂസിങ് ഓർ യു സിംഗുലർ ലൂസ്. തേർഡ് പേഴ്സൺ സിംഗുലർ ലുവൈ, he or she or it is losing or he or she or it loses. Then first person plural luomen, we are losing or we lose. Second person plural luete, you are losing plural,
or you lose plural. Third person plural, losing. They are losing or they lose. Okay. ഇത്രയും പിടികിട്ടിയോ? പിടികിട്ടി. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പേജ് നമ്പർ 193 ആരാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? വലത് സൈഡ് പോയി കർസർ പിടിച്ച് കർസർ പിടിച്ച് താഴോട്ട് കൊണ്ടുവരാ വേഗം അങ്ങ് പോയി. റൈറ്റ് സൈഡിൽ പോയിട്ട് കൈ കൊണ്ട് കർസർ പിടിക്കും. അല്ല പേജ് മറിക്കാൻ പോയി ഒത്തിരി സമയം എടുക്കും. ഇവിടെ അവിടെ അല്ല, ഈ കർസർ ഇവിടെ ഒരു ഐഫോൺ പോലെ ഒരു സാധനം വെർട്ടിക്കുലർ ആയിട്ട് കാണുന്നില്ലയോ? ആ മേളറ്റം വന്നിരിക്കുന്ന സാധനത്തെ പിടിച്ച് കേട്ടുകൊണ്ടുവാ. ആ ഗുണന ചിഹ്നത്തിന് വലതുഭാഗത്തുള്ള ചെറിയൊരു ഐഫോൺ പോലെ വെർട്ടിക്കൽ നിൽക്കുന്നില്ലേ? അതിനെ പിടിച്ച് കീഴോട്ട് കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. പോരട്ടെ. നീക്കട്ടെ. അത്രയും പോണ്ടായി. ചീട മേലോട്ട് പോവാ. 193 എവിടെ? ഇന്നലെ വെയിറ്റ് ഒത്തിരി വെളിപ്പോയോ? ഏതെങ്കിലും ഒരു പേജ് പറ. ഇച്ചിരി 177 171 കേട്ടു പോട്ടെ. ഇനി പെതുക്കെ ഇനി നടക്കൊണ്ടെന്ന് അതിന് പിടിക്കണ്ട. ഞാൻ അത് പിടിച്ച സമയം. അപ്പോ 175 ഇതില് ഇനി ഇത് വേഗം പോട്ടെ 193 വരെ പോട്ടെ. നാൽപ്പത്തിനാല് ലെസൺ ആണ് ഇതിലുള്ളത്. കണക്കിന് പോലെ ഒരു വർഷമായാലും 44 തീരത്തില്ല. 87 190 വന്നോട്ടെ 89 90 91 92 93 ഇച്ചിരി മേപ്പെടുപൂ. കണ്ടല്ലോ? കാണാമോ? ഇച്ചിരിയുടെ വലത്തോട്ട് മാറ്റാം. ഇടത്തുള്ള ഗ്രീക്ക്. ഗുഡ്. നോക്ക, നിങ്ങൾ എഴുതിയേക്കുന്ന വാക്കുകൾ വർത്തമാനകാലത്തിൽ ഒമേഗയിൽ അവസാനിക്കുന്ന പദങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? എല്ലാവരും സൂക്ഷിച്ച് ടെക്സ്റ്റ് നോക്കിയാട്ടെ. ബാലോ. വായിക്കാമല്ലോ. ബാലോ എന്ന് ശ്രദ്ധിക്കൂ. പുതിയ നിയമത്തിൽ ആ വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? അതാണ് ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. 122 പ്രാവശ്യം. മനസ്സിലായോ? 122 പ്രാവശ്യം. ബാലോ എന്ന വാക്കിന്റെ അർത്ഥം ഐത്രോ എന്നാണ്. ഐത്രോ ആണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ആ വാക്ക് W ഉപയോഗിച്ച് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അല്ല പറയുന്നത്. ഐത്രോ. ഇതിൽ നിന്നാണ് ബാലിസ്റ്റിക് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ബാലിസ്റ്റിക്? ബാലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ തൊടുത്തു വിടുന്നതൊക്കെ നമ്മൾ പറയത്തില്ലേ? അതായത് എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും വാദിച്ചും കൊണ്ട് പോയി എന്നുള്ളതിന് അവിടെ ബാലോ എന്നൊരു പദം ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ they were not simply arguing, but their words were like ballistic missile. എല്ലാം മനസ്സിലാവുന്നോ? മനസ്സിലായി. അപ്പൊ ബാലോ. ഇനി ആ ബാലോ എന്ന പദത്തിന്റെ 6 ഫോംസ് എന്ന് പറഞ്ഞാട്ടെ. ലുവ വെച്ച് ബാലോ, ബാലോമൻ, ബാലേസ്, ബാലറ്റ്, ബാലൈ, ബാലൂസിൻ. ബാലോ എന്ന് പറഞ്ഞാൽ ഐത്രോ. ബാലോമൻ എന്ന് പറഞ്ഞാൽ വീത്രോ. ബാലേസ് എന്ന് പറഞ്ഞാൽ യു സിംഗുലർ ത്രോ. ബാലറ്റെ എന്ന് പറഞ്ഞാൽ യു പ്ലൂറൽ ത്രോ. ബാലൈ എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ ഓർ ഇറ്റ് ത്രോസ്. ബാലൂസിൻ എന്ന് പറഞ്ഞാൽ ദേ ത്രോ. പിടികിട്ടിയോ? അപ്പൊ എല്ലാ ക്രിയാപദങ്ങളും ഒമേഗയിൽ അവസാനിക്കുമ്പോൾ ഈ ഒമേഗയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും വർത്തമാനകാലമാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്. അതിന്റെ പ്ലൂറൽ ഓമനാണ്. അതിന്റെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഓമനാണ്. അതുപോലെ പ്രസന്റ് ടെൻസ് ആണ്. പിടികിട്ടുന്നോ? ഇനി ആ ഇക്വേഷൻ വെച്ചൊന്ന് നോക്കിയേ. ഓമൻ, എയ്സ്, എറ്റെ, എയ്, ഊസ്. വല്ലതും പിടികിട്ടിയോ? അടുത്ത വാക്ക് പഠിക്കാം. അടുത്ത വാക്ക് വായിക്കാമോ? ഇംഗ്ലീഷ് പോലെ വായിക്കുന്ന ഇംഗ്ലീഷ് ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ ആണ്.
ബ്ലെപ്പോ എന്ന് പറഞ്ഞാൽ ഐ സി. എന്താണ്? ഐ സി. ഇനി അതിന്റെ ഇക്വേഷൻ അനുസരിച്ച് പറഞ്ഞാട്ടെ. ബ്ലെപ്പോ, ബ്ലെപ്പോമൻ, ബ്ലെപ്പേസ്, ബ്ലെപ്പറ്റെ, ബ്ലെപ്പൈ, ബ്ലെപ്പൂസിൻ. പിടി കിട്ടുന്നോ നിങ്ങൾക്ക്? ഏതാണ്ട് പോലെ കത്തുന്നോ? ഈ പദം കാണുന്ന യോഹന്നാൻ 20 വളരെ ഫെമിലിയർ. യേശുവിന്റെ കല്ലറയിലേക്ക് മാറിയയും മറ്റു സഹോദരിമാരും വരുമ്പോ 20:1 അവർ കല്ലറ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. അവിടെ ബ്ലെപ്പോ ആണ് ഉപയോഗിക്കുന്നത്. എല്ലാം പിടി കിട്ടുന്നോ? അടുത്തത് അടുത്ത വാക്ക് എന്താണ്? ഗാമ, അയോട്ട, നു, ഒമേഗ, സിഗ്മ, കാപ്പ, ഒമേഗ. ടെൽ മീ. Ga is equal to G. GI മലയാളത്തിൽ പറയാം, അല്ലെ ഇംഗ്ലീഷ് പറയാം. GINOSKO. Ginosco. It is pronounced as English. Every letter is pronounced as English letter. So Ginosco, Ginosco, Ginosco. Say Ginosco. Ginosco എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ KNOW കനോ എന്ന് എഴുതിയിട്ട് നോ എന്ന് പറയുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? ജി സൈലന്റ് ആണ്. അവിടെ കെ സൈലന്റ് ആയിരിക്കുന്നത്, ഇവിടെ ജി സൈലന്റ് അല്ല. ഒമേഗ സൈലന്റ് ആണോ? ഗിനോസ്കോ. ഒമേഗ ഓ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നേ. അല്ല, അപ്പൊ അതിന് മുമ്പിലുണ്ട് നടുക്കും ഒമേഗ വരുമ്പോ ഓ ആണ്. ലോങ് ഗിനോസ്കോ, ഗിനോസ്കോ. So we pronounce Ginosco. Everybody knows the spelling. അല്ല, മനസ്സിലാവുന്നോ? അപ്പൊ ഗിനോസ്ക ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഗിനോസ്കോമൻ, ഗിനോസ്കെറ്റെ, ഗിനോസ്കൈ, ഗിനോസ്കൂസിൻ. പിടികിട്ടിയോ? ആ ഒമേഗ മാറിയിട്ട് മറ്റേ വാക്കുകൾ വരും. That's all. പിടികിട്ടുന്നോ? ഏതാണ്ട് പോലെ, ഒരു പുക പോലെ. ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഒമേഗ, ഒമേഗ ആദ്യത്തെ ലെറ്റർ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഒമേഗ ഇല്ലയോ? ഒമേഗ, ഓമൻ, എയ്സ്, EIS, എയ്സ്, അതൊന്നും വായിക്കാൻ പറ്റുന്നില്ലേ? എൻഡിങ് ഒന്ന് വായിച്ചേ. ഒമേഗ, ഓമൻ, എയ്സ്, എറ്റെ, എയ്, ഊസിൻ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന് എത്ര പേര് കഴിഞ്ഞ ലെസൺ ഒന്ന് വായിച്ചു? ആൽഫബറ്റ്സ് ഒന്ന് വായിച്ച എത്ര പേരുണ്ട്? ഞാൻ ട്രാൻസ്ലിറ്ററേഷൻ പറഞ്ഞ ചെയ്ത എത്ര പേരുണ്ട്? only one person. ട്രാൻസ്ലിറ്റേഷനും ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ട്രാൻസ്ലിറ്ററേഷൻ പറഞ്ഞ് ചെയ്തോ? അത് ചെയ്തു. പിന്നെ ക്യാപിറ്റൽ സ്മോൾ ലെറ്ററിൽ എഴുതാൻ പറഞ്ഞതും ചെയ്തു. ഓക്കെ, ഫൈൻ. ബാക്കി ആര് ചെയ്തു? ആരും ചെയ്തില്ല. അതുകൊണ്ടാ പഠിച്ച തലേ കയറാത്ത. അതുകൊണ്ടാ പഠിച്ച. എവറി ഡേ ഐ ടെൽ യു, എവറി ഡേ ഞാനിത് പഠിച്ചതാണ്. ഐ സ്റ്റഡീഡ് ഗ്രീക്ക് അറ്റ് ദ ഏജ് ഓഫ് 35. It was after my marriage, after the birth of both my children. I went for BD at the age of 35. At the age of 35, I studied this language and I was the best in Greek in my class. I got 100 out of 100. Now at the age of 35, if I can learn. Sir, I am studying it in my age of 65. Oh, that's fine. So you are older than me. ഞാൻ അതുകൊണ്ട് ഇനി ചേച്ചിന്ന് വിളിക്കാം. അതാ നല്ല. ഗുരു എപ്പോഴും ഗുരു തന്നെയാ സാറേ.
എന്തോ Guru is teacher is No, always I tell teacher. you, ഞാൻ ചിലപ്പോ ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, എനി ഏജ് ഈസ് ആൻ ഏജ് ഫോർ റൊമാൻസ്. എനി ഏജ് ഈസ് ആൻ ഏജ് ഫോർ റൊമാൻസ്. But I'll tell It's you, only a number. any age is an age for studies. Yes. You can have your romance with learning. Yes. ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ, ഒരു പച്ച പരമാർത്ഥത്തോടെ പറയട്ടെ. I am neither a prophet nor the son of a prophet. I am just a teacher. But Yeah, I was a teacher. എന്നെ ഒത്തിരിയും പേര് പ്രസംഗിക്കാൻ വിളിക്കും. ഞാൻ ഈ ബിസി ഷെഡ്യൂൾ, ഞാൻ പറയട്ടെ, തിങ്കളും വ്യാഴവും ഞാൻ സ്കൂളിൽ പോകണം. സ്കൂളിലെ മാനേജറാണ്, AG സ്കൂളിന്റെ. ചൊവ്വ ബുധൻ വെള്ളി ബൈബിൾ കോളേജിൽ പഠിപ്പിക്കണം, 5 അവർ വെച്ച് ക്ലാസ് എടുക്കണം. ഓക്കെ, ശനി ഞായർ ഞാൻ മീറ്റിങ്ങിന് പോകുന്ന ദിവസമാണ്. തിങ്കളാഴ്ച വൈകിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, 6 മുതൽ 7:30 8 വരെ. ചൊവ്വാഴ്ച ദിവസം ഞാൻ ഫ്രീ ആക്കിയിട്ടേക്കുവാ. ഇടയ്ക്ക് അസംബ്ലീസ് കൊണ്ട് ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്, അത് ചിലപ്പോഴൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങൾ വരും. ഖത്തറിലൊക്കെ ഉള്ളവർ ചെയ്യുന്നുണ്ട്, അത് ക്ലാസ് എടുക്കും. അപ്പൊ അത് വന്നാൽ ചൊവ്വാഴ്ച ഉണ്ട്, അതുകൊണ്ട് അത് ഒഴിച്ചിട്ടേക്കുക. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, അത് 1 മാസത്തിൽ 5 പേപ്പറേ ഉള്ളൂ. അപ്പൊ ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ട്. ബുധനാഴ്ച ദിവസം ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ശനിയാഴ്ച ദിവസം ഫ്രീ ആയിട്ട് ഒഴിച്ചിട്ടേക്കാണ്, കാരണം ഞാൻ മീറ്റിങ്ങിന് പോയാൽ രാത്രി ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ച ദിവസം രാത്രി 10:30 മുതൽ 12 മണി വരെ അയർലൻഡിലുള്ള മൊറിയ തിയോളജിക്കൽ സെമിനാരി ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനൊരു ബിസി സ്കെഡ്യൂളാണ്. വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്ക്. ഇഫ് വിൽ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പ്രസംഗം തയ്യാറാക്കണം. ഇതിനിടയ്ക്ക് മുമ്പേ നമ്മുടെ എന്തൊരു വർഗീസ, സുമാ വർഗീസ് പറഞ്ഞ പോലെ ഈ ഓൺലൈൻ പ്രേയറിലെല്ലാം കയറും. കൊച്ചു വെളുപ്പാങ്കാലത്ത് 3:30 3:30 കയറി 6 മണി വരെ ആ പ്രാർത്ഥനയെ സംബന്ധിക്കും. എന്റെ പ്രേയർ ടൈം അതാണ്. അപ്പൊ അതിലോട്ട് കയറി ഇരുന്നാൽ ഉറങ്ങാതിരിക്കുക, അല്ലെ ഉറങ്ങിപ്പോ. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് മനസ്സുണ്ടെങ്കിലേ വഴിയുള്ളൂ. ഇനി ഒരു സത്യം കൂടെ പറയാം, നിങ്ങൾ എത്രയും കാലം പഠനം തുടരുന്നോ പ്രായം കൂടിയെന്ന് തോന്നത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ 18 മുതൽ 25 വയസ്സ് വരെയുള്ള പിള്ളേരാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ വേ ഓഫ് തിങ്കിങ് അവരെ പോലാണ്. ബിക്കോസ് ഐ യൂഷ്വലി മെഡൽ വിത്ത് ദം. ഐ നെവർ ഫീൽ ദാറ്റ് ഐ ആം 63. Okay, shall we continue? Yes. Let us read the vocabulary. Ginosko. This word, ഈ വാക്കാണ് യേശുവിന്റെ അമ്മ മറി ഉപയോഗിക്കുന്നത്. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായകയാൽ അതെങ്ങനെ സംഭവിക്കും? ഈ ഗിനോസ്കോ എന്ന വാക്കിന്റെ അർത്ഥം വെറും അറിവല്ല, അനുഭവത്തിലുള്ള അറിവെന്നാണ്. എന്താണ്? അനുഭവിച്ചറിയുക. പൗലോസ് അത് ഉപയോഗിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 3:10 അവനിൽ ഇരിക്കേണ്ടതിനും അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. എന്ത് ചെയ്യണം? അവിടെയും ഗിനോസ്കോ ആണ്. ഓക്കെ, അടുത്ത വാക്ക് ഗ്രാഫോ. ഫൈ. 0 എഴുതി കട്ടിട്ടാൽ ഫൈ ആണ്, എഫിന് തുല്യമാണ്. അപ്പൊ എന്താണ് ആ വാക്ക്? ഗ്രാഫോ. പറഞ്ഞാട്ടെ. റോ എന്ന് പറഞ്ഞ 6 ആണ്. എന്തോ 5 കഴിഞ്ഞിട്ട് ഒരു ഐ ഇല്ലേ? 5 കഴിഞ്ഞിട്ട് ഗ്രാഫ് 5 പിന്നെ ഒരു ഐ കാണിക്കുന്നില്ല. ഒമേഗ ഇല്ലയോ? ഗ്രാഫോ. ക്ലിയർ അല്ല. ഗ്രാഫോ. ഓക്കെ. ഒമേഗ അല്ല, ഓന്നല്ലേ വായിക്കുന്നേ? ഗ്രാഫോ, ഗ്രാഫോമൻ, ഗ്രാഫൈസ്, ഗ്രാഫറ്റെ, ഗ്രാഫൈ, ഗ്രാഫൂസിൻ. പിടികിട്ടിയോ? ഗ്രാഫോ എന്ന് പറഞ്ഞാൽ ഐ റൈറ്റ് എന്ന ഞാൻ എഴുതുക. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയാം ഗ്രാഫോ. ഗ്രാഫോ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുക എന്നതിന്റെ അർത്ഥം. ഗ്രാഫോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രാഫിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ ഗ്രാഫിക് എന്ന് കേട്ടിട്ടുണ്ടോ? ഫോട്ടോഗ്രാഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓട്ടോഗ്രാഫ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ എത്ര പ്രാവശ്യം ഈ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്?
correct. മാത്സിൽ ഗ്രാഫ് വരയ്ക്കണമെന്ന് പറയാറുണ്ടോ? Yes. അപ്പൊ എന്താ So മനസ്സിലായി? ഗ്രാഫ് എന്ന് പറഞ്ഞാൽ I ഗ്രാഫോ, write. ഐ Graph. റൈറ്റ്. ഇതിന്റെ നൗൺ ഉണ്ടോ? Graph. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഗ്രാഫ് എന്നാണ്. അടുത്ത വാക്ക് എന്താണ്? എപ്സിലോൺ, ഗാമ, എപ്സിലോൺ, അയോട്ട, റോ, ഒമേഗ. എഗ്, ഇജി, എഗ്, ഇഐ, എഗൈ, എഗൈറോ, എഗൈറോ. That means I raise. Okay. Egero. പൗലോസ് പറയുന്നില്ലയോ, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു. സുനഗൈറോ. എഫെസ്യസിലെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും ഒക്കെ പറയുന്നതാണ് എഗൈറോ, റൈസ്, ഉയർത്തുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഐ റൈസ്. അടുത്ത വാക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ്? അപ്പൊ ഇത്തിരിയുടെ വലുതായല്ലോ, സന്തോഷം. ഇത് നേരത്തെ ചെയ്തായിരുന്നു, ഇതിരുന്ന് തപ്പത്തില്ലായിരുന്നല്ലോ. ഇച്ചിരിയുടെ വേണമെങ്കിലും വലുതാക്കാം. വാ, വണ്ടർഫുൾ. മേപ്പോട്ട് പോട്ടെ, മേപ്പോട്ട് പോട്ടെ. ഇച്ചിരി മേപ്പോട്ട് പോക്കൂ. അത്രയൊക്കെ മതി. ഇച്ചിരി വലത്തോട്ട് പിടിച്ചാലും കുഴപ്പമില്ല. ആ മാർക്കിംഗ് സാധനം അങ്ങ് എടുത്ത് മാറ്റ്. ഈ മാർക്കിങ്ങിന്റെ സാധനം അങ്ങ് എടുത്ത് മാറ്റി. കൈയുടെ ഒക്കെ അടയാളമുള്ള വെർട്ടിക്കൽ സാധനം. ഓ അതങ്ങ് എടുത്ത് മാറ്റ്. അവിടുന്ന് മാറ്റാൻ പറ്റുമോ? എടുത്ത് വലത്തോട്ട് മാറ്റാൻ നോക്കുമോ നോക്ക്. വിളിക്കാൻ തേച്ച പാണ്ടായ പോലായി. ഏറ്റവും അടിക്ക് 3 ഡോട്ട്സ് കിടക്കുന്നിടത്ത് ഒന്ന് ക്ലോസ് ചെയ്യാൻ നോക്ക്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. അടുത്തത് അടുത്ത വാക്ക് വായിച്ചോ. എസ്റ്റിയോ, എസ്റ്റിയോ, തീറ്റ, അയോട്ട, ഒമേഗ. എസ്റ്റിയോ മീൻസ് സാറേ എഴുതുമ്പോ ഈ ഐയോട് ചേർത്താണ് ഇങ്ങനെ നമ്മള് കർസീവ് റൈറ്റിംഗ് എഴുതുമ്പോൾ ഐയും ഡബ്ല്യൂടെ ഒരുമിച്ച് എഴുതുമോ? ആണോ? അത് മുട്ടിക്കിടക്കുന്നുള്ളതേ ഉള്ളു. ഓക്കെ ഓക്കെ ഓക്കെ. അത് എഴുതിയേക്കുമ്പോ മുട്ടി എന്നുള്ളതേ ഉള്ളു. അങ്ങനൊന്നും ഇല്ല. ഞാൻ ഇത്തിരി വലുതാക്കി, ഞാൻ തന്നെ ചെയ്യാൻ നോക്കി. ഓക്കെ, കിട്ടിയില്ലയോ? റണ്ണിംഗ് ലെറ്റർ അല്ല, എസ്റ്റിയോ. ഐക്ക് താഴെ ഒരു ചുനുപ്പുണ്ടെന്നുള്ളത് എഴുതും, മുട്ടായിട്ട് തോന്നുക. അതിന്റെ താഴത്തെ വാക്ക് നോക്കി, ഹ്യൂറിസ്കോ നോക്ക്. മുട്ടിയിട്ടുണ്ടോ? ഇല്ല. സിഗ്മയുടെ കൂടെ ഐ മുട്ടിയിട്ടില്ല. ഇല്ല. ആ, അതിന് മേളത്തെ വാക്ക് നോക്ക്. ഓക്കെ, എസ്റ്റിയോ എന്ന് പറഞ്ഞാൽ I eat. അടുത്ത വാക്ക് എൻറിസ്കോ. എന്നല്ല, യു ആണത്. റഫ് ബ്രീത്തിങ് ഉണ്ട്, കണ്ടോ? കണ്ടു. റഫ് ബ്രീത്തിങ് എന്ന എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു മാർക്ക് വരും. റഫ് ബ്രീത്തിങ്, സ്മൂത്ത് ബ്രീത്തിങ്. സ്മൂത്ത് ബ്രീത്തിങ്ങിന് ഒരു ശബ്ദമില്ല. റഫ് ബ്രീത്തിങ് എന്താണ്? ശരിയാ പറഞ്ഞ സൂസൻ. എച്ച്. അപ്പൊ HU, ഹ്യൂ ആൻഡ് ക്രൈ എന്ന് നമ്മൾ പറയത്തില്ലേ? ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറഞ്ഞാൽ എന്തുവാ ഇംഗ്ലീഷില്? ഹ്യൂ ആൻഡ് ക്രൈ. ബിജി തോമസ്. നോക്കാതെ പറ. ഹ്യൂ ആൻഡ് ക്രൈ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നതിനാ. ബഹളം. ഹ്യൂ ആൻഡ് ക്രൈ, ബഹളം വെക്കാന്ന. സ്പെല്ലിംഗ് എന്താ? HU ആൻഡ് ക്രൈ, ബഹളം വെക്കുക, ശബ്ദകോലാഹലം. ഹ്യൂ ആൻഡ് ക്രൈ. അപ്പൊ ഹ്യൂ എന്നുള്ള വാക്ക് കിട്ടും. ഓക്കെ, ഇനി പറ. അപ്പൊ അത് അങ്ങനെ വായിച്ചേ. ഹ്യൂറിസ്കോ. മനസ്സിലായോ? ഐ ഫൈൻഡ് എന്നാ. ഫിലിപ്പിയർ 4:3-10, 3:9. അവനിൽ ഇരിക്കേണ്ടതിനും ഹ്യൂറിസ്കോ ഉപയോഗിക്കുന്നത്. ഐ ബി ഫൗണ്ട് ഇൻ ഹിം എന്നാണ്. അതിൽ നിന്നാണ് ഇതിന്റെ പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞില്ലയോ, ഗ്രീക്കില് ഒരു ടെൻസ്, എന്താ ടെൻസ്? 5ാമത്തെ ടെൻസ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞില്ലേ? പ്രസന്റ്, ഇംപെർഫെക്റ്റ്,
ഫ്യൂച്ചർ, Future, എയറിസ്റ്റ്, eh, പെർഫെക്റ്റ്. പെർഫെക്റ്റ്. നിങ്ങൾ ഇതൊന്ന് മറിച്ചു നോക്കിയായിരുന്നോ? Yeah. സൂസൻ സിസ്റ്റർ നേരത്തെ ഒന്ന് മറിച്ചു മറിച്ചു. നോക്കിയോ? ക്ലാസ് ഇപ്പൊ മറിക്കുക. ഇപ്പഴാ മറിക്കുന്നത്. Aries cause. അതെ. Aries cause. സ്മിത ബിനു, ഇതെല്ലാം മനസ്സിലാവുന്നോ? അറിയതേർ മനസ്സിലാവുന്നുണ്ട്. ഹ്യൂറിസ്കോ എന്നുള്ളതിന്റെ പെർഫെക്റ്റ് ഫോം യുറേക്ക എന്നാണ്. യുറേക്ക. അതാ ഞാൻ പറഞ്ഞ യുറേക്ക. Eureka. യുറേക്ക കേട്ടിട്ടുണ്ടോ വാക്ക്? Yes. ഉണ്ട് ഉണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? Eureka, Eureka Any എന്ന് science വിളിച്ചു students? പറഞ്ഞതുപോലെ. Any science students? ഗലീലിയോ. ഗലീലിയല്ല, ഗലീലിയോ അല്ല. ഡ്രസ് ഇല്ലാതെ യുറേക്ക എന്ന് പറഞ്ഞു ഓടി. ഗലീലിയല്ലോടി. ആരാ പറഞ്ഞു ഗലീലിയ എന്ന്? അല്ല, ആർക്കമിഡീസ്. ആർക്കമിഡീസ്. ആർക്കിമിഡീസ്. എന്നെ പൊട്ടത്തരൊക്കെ പറയുന്നത്. ഗലീലിയോ ദൂരദർശന്റെ ആളാണ്. ആർക്കമിഡീസ് ആണ് ബാത്റൂമിൽ നിന്ന്, ബാത്തിങ് ടബിൽ നിന്ന് എഴുന്നേറ്റ് നിരത്തിലൂടെ ഓടിയ യുറേക്ക. യുറേക്ക. ഐ ഫൗണ്ട്, ഐ ഹാവ് ഫൗണ്ട്, ഐ ഹാവ് ഫൗണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. Okay, fine. Thank you. Sorry. If you feel hurt, I'm so sorry. No, it's okay. Okay. യുറേക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കണ്ടുപിടിച്ചു. ഐ ഹാവ് ഫൗണ്ട് എന്നാണ്. അതിന്റെ പെർഫെക്റ്റ് ഫോം ആണ്. ഹ്യൂറിസ്കയുടെ പെർഫെക്റ്റ് ഫോം ആണ്. നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഒന്നും പഠിക്കത്തൊന്നുമില്ല. ഒരു 10-15 ലെസണെങ്കിലും പഠിപ്പിച്ച് തീർക്കാനാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് അതിനുള്ള സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഗ്രീക്ക് കണ്ടാലൊന്ന് വായിക്കണം, ഡിക്ഷണറി നോക്കി അതിന്റെ അർത്ഥം ഒന്ന് കണ്ടെത്തണം, പിന്നെ ഇത് ഏത് ടെൻസ് ആണെന്നൊന്ന് അറിയണം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അല്ല ഇതെല്ലാം കൂടെ പഠിച്ച് നിങ്ങൾ സ്കോളർ ആകാൻ വേണ്ടി അല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെ വിഷമിക്കാൻ വേണ്ട. അടുത്ത വാക്ക് പറ. എക്കോ. എക്കോ ആണ്. എക്സ് പോലെ എഴുതിയേക്കുന്ന കൈ എന്നാണ്. CH എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. സോ എക്കോ എന്താണ്? എക്കോ എളുപ്പമാണ് നമുക്ക് ഓർക്കാൻ എളുപ്പം. എക്കോ സൗണ്ട്. എക്കോ മീൻസ് ഐ ഹാവ്. എക്കോടെ ഞാൻ ഈ ഇക്വേഷൻ പറഞ്ഞില്ലേ, ഓരോ വാക്കിനും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലർ ആൻഡ് പ്ലൂറൽ, അങ്ങനെ ഓരോ വാക്കിന്റെയും അങ്ങനെ എഴുതുന്നതിന് ഗ്രീക്കിൽ പറയുന്ന കോഞ്ചുഗേഷൻ എന്നാണ്. എന്താണ്? കോഞ്ചുഗേഷൻ. അപ്പൊ ആ വാക്കിന്റെ കൊഞ്ചുഗേഷൻ എന്ന് പറഞ്ഞാൽ എക്കോടെ കൊഞ്ചുഗേഷൻ പറയാൻ പറഞ്ഞാൽ conjugate the verb echo. പറഞ്ഞാൽ echo first person singular, echomen first person plural, ekais second person singular, ekete second person plural, ekai third person singular, ekousin third person plural. Video. Yeah. ഇനി വേഗം പോവാം. അടുത്ത വാക്ക് തീറ്റ. തീറ്റ. തെറാപ്യൂ. ആ വാക്ക് നിങ്ങൾക്കറിയാം. തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? തെറാപ്പിറ്റിക് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ടർ തെറാപ്പി. പിന്നെ tell me some of the therapy. Physiotherapy, chemotherapy. Chemotherapy. So therapio means I heal. After that word only therapy emerged. All the English medical terminologies have emerged out of Greek words. Okay? So therapio means I heal. Krino. Next word is? Krino means I judge. Next word is lambano. I take. Lego, I say. After that word only English word lecture emerge. Luo, already be learned. I lose. Luo, I lose. Then meno, I remain. Meno, main, you know, main. Meno, main. So that you can remember. Remain and main came from the root word meno. Then pembo. Pembo means I send. Sotso means I save. ഇത്രയേ ഉള്ളൂ. അടുത്ത ലെസൺ 4 ആണ്. അപ്പൊ ഈ വൊക്കാബുലറി എല്ലാം പഠിച്ചല്ലോ. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ലെസൺ 3 പോകാം. ആ കർസർ എടുത്ത് മേലെ കൊണ്ടുവന്നിട്ട് ഒരു 10-30 പേജാകുമ്പോ നിർത്തും.
മതി 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 മതി. താഴ്പോ താഴ്പോ താഴ്പോ. താഴെപ്പോ 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 താഴെപ്പോ. യാ മതി. അതാരാണ് പാട്ട് പാടുന്നത്? സീന പഠിക്കുവാന്നോ പാട്ട് പാടുവാന്നോ? താഴ്ത്തു പോ ബ്രദറെ, താഴ്ത്തു പോയേ. താഴ്ത്തു പോ, താഴ്ത്തു പോ. യാ താഴെ പോകാൻ പറഞ്ഞു. തിരിച്ച് നമ്മുടെ ലെസണി വാ. യാ ഇച്ചിരിയുടെ താഴ്ത്തു പോ. യാ ഞാൻ ഈ സ്റ്റെം ഒക്കെ പറഞ്ഞ് അവിടെ ഉണ്ട്. ആ നോട്ട്സ് ഒന്ന് വായിച്ചാൽ നിങ്ങൾ സമയം പോലെ ഇൻഫ്ലക്ഷൻ എന്ന് കിടക്കുന്നിടത്ത് സ്റ്റെം, ലൂ, എൻഡിങ്, എയ്, സെറ്റ് എല്ലാം അവിടെ കിടപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞല്ല. ഒമേഗ, എയ്സ്, എയ് കണ്ടില്ലേ? താഴോട്ട് പോയേ. ഓക്കെ താഴോട്ട് പോ. ഓക്കെ ഓക്കെ താഴോട്ട് പോയേ. അത്രയും വേണ്ട, അത്രയും വേണ്ട, അത്ര മതി. വെയിറ്റ് സീന സിസ്റ്ററെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് വേണം പാട്ട് പാടാൻ. നിങ്ങൾ ക്ലാസ്സിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഓക്കെ നമുക്കിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഇത് ചെയ്തെങ്കിലേ പഠിക്കത്തുള്ളൂ. ആദ്യത്തെ വാക്ക് വായിക്കൂ. ഒരാൾ വായിക്കൂ. ലാംഡ, ക്യാപിറ്റൽ, ഉപ്സിലോൺ, എപ്സിലോൺ, അയോട്ട, ലുഎ. ലുഎ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലൂ എന്ന് പറഞ്ഞാൽ ഐ ലൂസ് എന്നാണ്. ലുഎ ഏത് പേഴ്സൺ ആണ്? പ്ലൂറൽ. ലുഎ തേർഡ് പേഴ്സൺ സിംഗുലർ. അപ്പൊ അതിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ലുഎ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ. തേർഡ് പേഴ്സൺ ഏതൊക്കെയാ? സിംഗുലർ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ സിംഗുലർ ആരൊക്കെയാ? ഹി, ഷീ, ഇറ്റ്. അപ്പൊ ലുഎ എന്ന് പറഞ്ഞാൽ he loses or she loses or it loses or she is losing, he is losing, it is losing. മനസ്സിലായോ? മനസ്സിലായി. തേർഡ് പേഴ്സൺ സിംഗുലറിന്റെ എൻഡിങ് എന്താണ്? ഏയ്. അടുത്ത വാക്ക് വായിക്ക്. ലുവോമൻ. ആ ഓമൻ എന്ന് പറ. ലുവോമൻ. ഓമനെ എന്ന് പറഞ്ഞാൽ ലുവോമൻ. അപ്പൊ പറ ലുവോമൻ ഏത് പേഴ്സൺ ആണ്? ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. അപ്പൊ അർത്ഥം എന്ത് വരും? What is the first person plural? I lose. അടി തരും. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ. ഫസ്റ്റ് പേഴ്സൺ. Oh sorry. You lose. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. ഫസ്റ്റ് പേഴ്സൺ. We lose. ഞാൻ തോറ്റ് നിങ്ങളെ കൊണ്ട്. Sorry, we lose. Sorry, we lose. അടുത്ത വാക്ക് വായിക്ക്. ലൂസിൻ. ഓസിൻ അല്ല, ഊസിൻ. തേർഡ് പ്ലൂറൽ. തേർഡ് പേഴ്സൺ പ്ലൂറൽ. പറഞ്ഞാട്ടെ, അർത്ഥം പറഞ്ഞാട്ടെ. They lose. They lose or they are losing. അടുത്ത വാക്ക് പറ. Luette. What is the ending? Ette. When ette comes as the ending, what is the person? Second person plural. Second person plural. So you plural lose. Next word Louis. Second person singular. You singular lose. Next word Heuriscomen. Heuriscomen means I find. Heuriscomen we find. Omen ending. Next is graphi. Epsilon iota ending. Third person singular. He or she writes. Next is balletto. Ballette. Ette ending. Second person plural. You plural throw. Next is bleppes. EIS ending. Second person singular. You singular C.
Next is Egeirusin. Usin, third person plural. Third plural. They are racing. Next is Legusin. Legusin with the semicolon. When you write in Greek semicolon, what is it? Question. Question mark. mark. Yeah, question mark. It Question is mark. question mark. So make a question. Lego means I say. Legusin means they say. So make the question. Do they say? Yeah. Or are they saying? Or do they Yes. say? Because it is a question. Okay. Are you getting me? Yes. Crinete. Crino means judge. Ete is second Yes. person plural. Crinete means Yes. you plural judge. Baloman, first person plural. We throw. Estio, first person singular. I eat. Pimbusin, third person plural. They send. Lambanete, second person plural. You plural take. Sotsomen, first person plural. We save. Menei, third person singular. He or she remains. Next is a question. A case, second person singular. Do you have? Do you have? Next one, Ginosko. It's a question. Do I know? Second, next one is therapeuete. Second person plural. Yes. You plural are healing or you plural heal. Hello, Mansilayo. So the ending tell you which person is this. The ending tell you whether it is singular or plural. The ending will tell you whether this is present tense. Okay. Okay? What are the ending? Omega, omen. Ace, ete. A, usi. So let us try the Greek. We lose. Can somebody say? Luo is the word. We, which person? Omen. Luomen. Thank you. First plural. First person plural. They lose. Second singular. You. Third person plural. You lose You singular. are losing. Second person singular. Ace. You lose. Luis. You lose You plural. lose. Yes. Ette. Luette. He loses. Second plural. Second plural. He loses. You are Third person losing. singular. You are losing. Lui. They are losing. Third person plural. Third singular. They are losing. Third plural. He is Losing. losing. She is losing. First, She third is person singular. Yes. Lui. Do you have? Lui. It is plural. Second person plural. Do you have? You have to say you have. Okay. Ekete. Ekete. He is saving. It's a question. No, it's a semicolon, no question. Okay. He is saving. What is the word for save? Sotso. It is he. Sotsei. Are they healing? Heal therapy. Are they healing? Ah. Do you do that? Therapy. I am Therapy throwing. using. Therapy using. See. I am throwing. I am throwing. Ballet. Hello. First person singular. I throw. I Balo. am throwing. She raises. Egerei. We judge. Crinomen. You remain singular. Menes. You judge plural. Does she Crinete. send? Does he send? Oh. You are Vembai writing. with the semicolon. You are writing. Plural. Graffiti. You are eating. Singular. Estes. He finds. Uriskei. We are taking. Lambanomen. They see. Lepuzin. Do you say? It's a question. Do you say? You say. Singular. Legais. Are you getting me? So Luo, Yes. Luis, Luete, Lui, lose it. Take that ending.
put all words. So that's easy. Yes. Shall we So finish this is here? homework. Tired. This is homework. This lesson is over. So next class, we will go to the next lesson. So this is the homework. This is the homework that you have to find the meaning and write down. A and B are already told. Go, check the ending and learn, write the translation. Yes. It's the homework. Any question? Now the rain stopped. You can ask question if you want to She is ask. sitting idle at home, that's why. Pardon? She is sitting idle at home. Louder, please. She is sitting idle at home, that's why she can. വിജയ അങ്കിളെ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. She is sitting idle at home, that's why she can do it. ഞാൻ കേട്ടില്ല. He മാഡം is പറ. telling about the. I asked for the homework. Homework ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാം, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ചെയ്യണം. ഹോംവർക്ക് ചെയ്തേലേ പഠിക്കത്തുള്ളൂ. ഓക്കെ, എനി ക്വസ്റ്റ്യൻ? ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ഓഫ് ചെയ്തു. എല്ലാവരെയും ഒന്ന് കാണണ്ടേ? എത്ര പേരുണ്ട് അവസാനം വരെ നോക്കട്ടെ. Stop sharing. Yeah. Pastor Prijit P. Matthew, are you there? Panatomi, വല്ലതും മനസ്സിലായോ? മനസ്സിലായൊന്നുമില്ല, എല്ലാം കേട്ടിരിക്കുക. സൂസൻ ബിജു അലക്സിന് വല്ലതും മനസ്സിലായോ? ഏതാണ്ട് പോലെ മനസ്സിലായി. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജോയി ടി, പാസ്റ്റർ ജോയി ടി ആലപ്പുഴ. സാധ്യത ഉണ്ടോ? കേട്ട് പഠിച്ചോളാം.